അണ്ണാരക്കണ്ണൻ. ഇതാണ് ജില്ലാ കോടതി, കണയന്നൂർ താലൂക്ക് ഓഫീസ്, ജില്ലാ കോടതി എല്ലാം ഒരുമിച്ച്. ഇത് സുഭാഷ് പാർക്ക്. നമ്മൾ എറണാകുളത്ത് വന്നിരിക്കുകയാണ്. സുഭാഷ് പാർക്കാണ് ഇത്. അപ്പുറത്ത് ജില്ലാ കോടതി. അതിമനോഹരമായ ഫുള്ള് മരങ്ങളോട് കൂടി ചേർന്നാണ്. ഇവ എല്ലാം മൊത്തം മരങ്ങളാണ് ഇത് മൊത്തം. ഫുൾ മരങ്ങൾ. തണൽ മരങ്ങളാണ് എല്ലായിടത്തും. ഇവിടെയാണ് മഹാരാജാസ്. ഇതാണ് ജില്ലാ കോടതി. അപ്പുറത്ത് താലൂക്ക് ഓഫീസ്. ഇത് ജില്ലാ കോടതി. ഇതാണ് ജില്ലാ കോടതി. നല്ല തണൽ മരങ്ങളാണ്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററോളം തണൽ മരങ്ങളാണ്. ഫുൾ തണൽ മരങ്ങൾ. നമ്മൾ ഇതാണ് പാർക്ക്. മൊത്തം നല്ല സുന്ദരമായ സുഭാഷ് പാർക്ക്. അടിപൊളി പാർക്കാണ്. ഓപ്പൺ ആയിട്ടില്ല, 2 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. 2 മണി തൊട്ട് ഓപ്പൺ. പക്ഷേ നമ്മളിപ്പോൾ നടന്ന് ഈ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞായറാഴ്ച കൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. നല്ല ശാന്തമായ നഗരമാണ്. ഇനി മഹാരാജാസ് കോളേജ്. ഇതാണ് മഹാരാജാസ് കോളേജ്. അപ്പുറത്ത് കാണിക്കുക. ഞാനിവിടെയാണ് പഠിച്ചത്. 2001, 2004 കാലഘട്ടത്തിൽ മഹാരാജാസ് കോളേജ് പഠിച്ചിട്ടുണ്ട്. അതാണ് മഹാരാജാസ് കോളേജ്. അതിസുന്ദരമായ മഹാരാജാസ് കോളേജ്. വീണ്ടും നമ്മൾ സുഭാഷ് പാർക്കിൻ്റെ ആ വഴികളിലൂടെ ഇങ്ങനെ നടന്നു വരും. ഇവിടെ ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് സുഭാഷ് പാർക്ക്, ഇപ്പുറത്ത് റോഡുമാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല തണലൊക്കെ ആയിട്ട് തണൽ മരങ്ങളും ചുറ്റും തണൽ മരങ്ങളും. വലിയ മരങ്ങൾ. എല്ലാം നല്ല അടിപൊളി മരങ്ങൾ. സുഭാഷ് പാർക്ക് തന്നെ നല്ല സുന്ദരമാണ്. ഇത് മഹാരാജാസ് കോളേജിൻ്റെ ഓഡിറ്റോറിയമാണ്. ഓഡിറ്റോറിയം ഇപ്പോൾ പണ്ടൊക്കെ ഒരു ചെറിയ ഓഡിറ്റോറിയം, ഇപ്പോൾ വലുതാക്കി. അതിമനോഹരമായ സ്ട്രീറ്റാണ്. ഇവിടെ നോക്കി അറിയാം. തൊട്ടപ്പുറത്ത് ജനറൽ ഹോസ്പിറ്റല്, ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 2 കിലോമീറ്റർ ഉണ്ട്. ബോട്ടിയേറ്റി 0.2 കിലോമീറ്റർ, മറൈൻ ഡ്രൈവ് 0.8 കിലോമീറ്റർ. എല്ലാം അടുത്താണ്. ഇവിടുന്ന് അടുത്താണ് എല്ലാം. ഇതാണ് സുഭാഷ് പാർക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ കൂടെ കയറി കഴിഞ്ഞാൽ സുഭാഷ് പാർക്കിലെത്തി. പക്ഷെ ഇപ്പം ഇവിടെ ക്ലോസ്ഡ് ആണ്. രാവിലെ 6 മുതൽ 9 വരെ, 2 മുതൽ 8 വരെ ഓപ്പൺ ആണ്. ഫയർ എഞ്ചിൻ എവിടെയോ തീ പിടിച്ചിട്ടുണ്ട്. ഫയർ എഞ്ചിൻ പറന്നു പോകുന്നുണ്ട്. ഇതാണ് ജനറൽ ഹോസ്പിറ്റൽ.